നമസ്കാരം. ഒരു ക്രിസ്മസ് കൂടി നാം ആഘോഷിക്കുകയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. മറ്റുള്ളവരെ കൂടി സ്നേഹിക്കുമ്പോഴേ നമ്മുടെ സ്നേഹം പൂർണ്ണമാവുന്നുള്ളൂ. ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യു ഷാൽ ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. എന്നാൽ ഇന്ന് നമ്മുടെ സ്നേഹത്തിന്റെ നിർവചനം എന്താണ്? നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ആളുകൾ, അതാണ് നമുക്ക് നല്ല അയൽക്കാർ, അല്ലെ? അതായി മാറിയിരിക്കുന്നു അയൽക്കാരൻ എന്നതിന്റെ നിർവചനം. നീ നിന്നെ സ്നേഹിച്ചതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവനവനെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. 800 കോടി ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അതിലൊരാൾക്ക് ഗാഢമായ സ്നേഹം തോന്നുക 1-2 പേരോട് മാത്രമാണ്. അതിന് കാരണം സ്നേഹയോഗ്യമായ ചില കാര്യങ്ങൾ അവരിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ നമ്മളിവിടെ അതൊക്കെ നോക്കുമ്പോ നമ്മുടെ നവോത്ഥാന നായകൻ ഒരാളായ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അവസാന കാലത്തെ പ്രതിഷ്ഠ ഒന്ന് കണ്ണാടിയാണ്. അപ്പൊ മാതൃകയാക്കാവുന്ന കാര്യമാണ്. കണ്ണാടിയിൽ തെളിയുന്നതിനെ നമസ്കരിക്കുക പറ്റുക എന്നുള്ളത് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വയം സ്നേഹിക്കാൻ നിരക്കുന്ന കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം. സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയൽക്കാരനെ സ്നേഹിക്കാമല്ല. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.